നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട് നഗരസഭാ ഭരണം UDF പിടിച്ചെടുക്കുമെന്ന് VK ശ്രീകണ്ഠൻ MP. കഴിഞ്ഞ 10 വർഷമായി നഗരസഭ ഭരിക്കുന്നത് കച്ചവട മോർച്ച. കോൺഗ്രസിലെയും UDFിലെയും ഐക്യം ഇത്തവണ വലിയ മുന്നേറ്റത്തിന് കളമൊരുക്കുമെന്നും VK ശ്രീകണ്ഠൻ MP. ഷൊർണൂരിലും ചരിത്ര വിജയം നേടുമെന്ന് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. എരുമപ്പെട്ടിയിൽ വാടകയ്ക്ക് കൊടുത്ത കാർ തിരിച്ചുപിടിക്കാനെത്തിയ ആലുവ സ്വദേശിയായ യുവാവിനെ കാറിടിച്ചു കൊലപ്പെടുത്താൻ ശ്രമം. ബോണറ്റിൽ തൂങ്ങിയ യുവാവിനെ വഹിച്ച് അക്രമി കാർ ഓടിച്ചത് 5 കിലോമീറ്റർ ദൂരം. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് സമീപം കാർ തടഞ്ഞ് യുവാവിനെ രക്ഷപ്പെടുത്തിയത് നാട്ടുകാരും ഡ്രൈവർമാരും ചേർന്ന്. തൃശൂരിൽ തിയേറ്റർ നടത്തിപ്പുകാരനും ഡ്രൈവർക്കും വെട്ടേറ്റു. ജാതി സെൻസസ് വൈകരുതെന്ന് അഖില കേരള പാണൻ സമാജം. പട്ടികജാതിക്കാരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കുന്ന പ്രവണത അവസാനിപ്പിക്കണം. സമുദായാംഗങ്ങളെ ഒരേ സംഘടനയ്ക്ക് കീഴിൽ കൊണ്ടുവരുന്നതുൾപ്പെടെ വിവിധ വിഷയങ്ങൾ 23-ന് പാലക്കാട്ട് നടക്കുന്ന കൺവെൻഷൻ ചർച്ച ചെയ്യുമെന്നും ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. പാലക്കാട് നഗരസഭാ ഭരണം UDF പിടിച്ചെടുക്കുമെന്ന് VK ശ്രീകണ്ഠൻ MP. കച്ചവട മോർച്ചയാണ് 10 വർഷമായി നഗരസഭ ഭരിക്കുന്നത്. കോൺഗ്രസിന് ഐക്യത്തോടെ സ്ഥാനാർത്ഥി നിർണയം നടത്താൻ കഴിഞ്ഞതും UDFിലെ ഐക്യവും നേട്ടമാകുമെന്നും VK ശ്രീകണ്ഠൻ പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ തർക്കമാണ് ഭരണം നഷ്ടപ്പെടാൻ ഇടയായത്. ഈ അവസ്ഥ കോൺഗ്രസിലോ UDFിലോ ഇപ്പോഴില്ല. ചില ചാനലുകളും പത്രങ്ങളും വഴി കോൺഗ്രസിനെതിരെ വ്യാജ പ്രചരണം നടക്കുന്നുണ്ട്. ഇത് ജനം തിരിച്ചറിയും. BJPക്ക് ഇന്നും മുഴുവൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹൈന്ദവരെ ജാതി തിരിച്ച് പട്ടിക ഉണ്ടാക്കിയെന്ന ആരോപണം ശക്തമായി വരുന്നുണ്ട്. മുൻ നഗരസഭാ ചെയർപേഴ്സണെ കാണാനില്ല. വനിതകളെ ചേർത്തു പിടിക്കുമെന്ന് പറയുന്ന BJP അവരെ വല്ലാതെ ദ്രോഹിച്ചു. കച്ചവട മോർച്ചയാണ് ഇവരുടേതെന്നും VK ശ്രീകണ്ഠൻ ആക്ഷേപിച്ചു. ഐക്യവും പ്രകടമാക്കി ജില്ലയിലെ മുഴുവൻ UDFിന്റെയും സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിലും തൊട്ടു മുമ്പത്തെ തെരഞ്ഞെടുപ്പിലും ചില അഭിപ്രായ വ്യത്യാസങ്ങളും നീരസങ്ങളും ഒക്കെ പരസ്യമായി പ്രകടമാക്കിയതിന്റെ കൂടെ ഒരു പരിണിത ഫലമാണ് ഭരണം നഷ്ടപ്പെട്ടത്. അപ്പൊ ഇത്തവണ ഞങ്ങൾ വളരെ മുൻകൂട്ടി കണ്ട് ഈ പാലക്കാട്ടെ വർഗീയ ശക്തികളിൽ നിന്നും നഗരസഭയെ മോചിപ്പിക്കണമെന്ന് ഒരു മനസ്സോടുകൂടി തീരുമാനമെടുത്തതിന്റെ ഏറ്റവും വലിയ പ്രതിഫലനമാണ് 53 സ്ഥാനാർത്ഥികളെയും വളരെ ഐക്യകണ്ഠേന നേരത്തെ തന്നെ പ്രഖ്യാപിക്കാൻ പൂർണ്ണമായിട്ടും കഴിഞ്ഞത്. അതുകൊണ്ട് ഒരു വർഗീയ ശക്തികളുമായിട്ടും കൂട്ടുകൂടി ഈ അധികാരത്തിന് വേണ്ടി പ്രവർത്തിക്കില്ല. 2, ഈ വർഗീയ ശക്തികളെ, ഈ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഈ നഗരസഭാ ഭരണത്തെ അവസാനിപ്പിക്കാൻ ഏതു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ജനാധിപത്യ മതേതര സംവിധാനത്തിൽ ചെയ്യും. തീർച്ചയായിട്ടും UDFിന് വലിയ മുന്നേറ്റം ഉണ്ടാകും. ഇത്തവണ 10 വർഷത്തിന് ശേഷം പരമ്പരാഗതമായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ UDFിന്റെ ഉരുക്കുകോട്ട എന്നറിയപ്പെട്ട പാലക്കാട് ഞങ്ങൾ തിരിച്ചുപിടിക്കും. UDF ജയിക്കും. ഒന്നാമത്തെ കാര്യം, വർഗീയ നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയായിട്ട് സന്ധിച്ചില്ല. പലപ്പോഴും ഇവരുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അവരെ BJP വിട്ടുവരാൻ തയ്യാറാണെങ്കിൽ, വർഗീയ നിലപാടുകൾ മാറ്റാൻ തയ്യാറാണെങ്കിൽ, BJPയുടെ ആശയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ 2 കൈ നീട്ടി സ്വീകരിക്കും എന്ന് ഞങ്ങൾ പരസ്യമായി പറഞ്ഞു. അടിത്തറ തകർന്ന BJPക്ക് നഗരസഭയിൽ ഭൂരിപക്ഷം കിട്ടുമെന്ന് അവർക്ക് പറയാൻ കഴിയില്ല. മാധ്യമപ്രവർത്തകർക്ക് BJPയെ ഭയമാണെന്നും VK ശ്രീകണ്ഠൻ പറഞ്ഞു. ജനാധിപത്യ മതേതര വിശ്വാസികളെ കോൺഗ്രസ് എന്നും സ്വാഗതം ചെയ്തിട്ടുണ്ടെന്നും സന്ദീപ് വാര്യർ പാർട്ടിയിലെത്തിയത് വർഗീയ നിലപാട് തിരുത്തി മാപ്പ് പറഞ്ഞപ്പോഴാണെന്നും ഈ നിലപാട് മാതൃകാപരവും അനുകരണീയവുമാണെന്നും VK ശ്രീകണ്ഠൻ കൂട്ടിച്ചേർത്തു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പുറത്താക്കിയിട്ടില്ലെന്നും ശ്രീകണ്ഠൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂരിൽ ചരിത്ര വിജയം നേടുമെന്ന് കോൺഗ്രസ് നേതൃത്വം. മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലേക്കുള്ള 34 വാർഡുകളിലെ UDF സ്ഥാനാർത്ഥികൾ വെള്ളിയാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 32-ാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാനും നേതൃത്വം തീരുമാനിച്ചു. ഷൊർണൂരിൽ ഇത്തവണ ചരിത്ര വിജയം നേടുന്നതിനായി ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തന രംഗം സജീവമാക്കി. ടൗണിൽ നിന്നും സ്ഥാനാർത്ഥികളും നേതാക്കളും അണികളും പ്രകടനമായി എത്തിയായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പണം.
നേതാക്കളായ TK ബഷീർ, TH ഫിറോസ് ബാബു തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പ്രകടനമായി എത്തിയായിരുന്നു സമർപ്പണം. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ 34 വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ വെള്ളിയാഴ്ച റിട്ടേണിംഗ് ഓഫീസർ മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പാർട്ടിയുടെ തീരുമാനപ്രകാരം മഞ്ഞക്കാട് 32-ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി നിർമ്മലയെ പിന്തുണയ്ക്കാനും നേതൃത്വം തീരുമാനമെടുത്തു. ഇടതുകോട്ട തകർക്കുകയാണ് ലക്ഷ്യമെന്നും ഇത്തവണ ചരിത്ര വിജയം നേടുമെന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ബഷീർ പറഞ്ഞു. നഗരസഭയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ ഷൊർണൂർ നഗരസഭയിലെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായി 34 പേരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. ഒരു വാർഡ് 32-ൽ സ്വതന്ത്രരെ പിന്തുണയ്ക്കാൻ പാർട്ടി ഐക്യകണ്ഠേനായി തീരുമാനിച്ചു. എല്ലാ സ്ഥാനാർത്ഥികളും ഇന്ന് റിട്ടേണിംഗ് ഓഫീസർ മുമ്പാകെ നാമനിർദ്ദേശ പത്രിക നൽകുകയുണ്ടായി. ചരിത്ര വിജയം കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ നേടുമെന്ന് കോൺഗ്രസിൻ്റെ ശുഭവിശ്വാസവും പ്രതീക്ഷയും. പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ സ്ഥാനാർത്ഥികൾ വോട്ടഭ്യർത്ഥന സജീവമാക്കിയിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കുള്ള UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 27 ഡിവിഷനിലേക്ക് കോൺഗ്രസും 5 ഡിവിഷനിൽ മുസ്ലിം ലീഗും 1 ഡിവിഷനിൽ CMP സ്ഥാനാർത്ഥിയുമാണ് മത്സരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് UDF സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. ജില്ലാ വരണാധികാരി കൂടിയായ കളക്ടർക്ക് മുമ്പാകെയാണ് UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് രൂപീകരണത്തിന് ശേഷം ഒരിക്കൽ പോലും ഭരണം കൈയാളാനോ ശക്തമായ പ്രതിപക്ഷമാകാനോ കഴിയാത്ത സ്ഥിതിക്ക് മാറ്റം പ്രതീക്ഷിച്ചാണ് ഇത്തവണ UDF മത്സരരംഗത്തുള്ളത്. ഭരണ രാഷ്ട്രീയ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ചവരെ UDFന് രംഗത്തിറക്കാൻ കഴിഞ്ഞതോടെ ജില്ലാ പഞ്ചായത്ത് ഭരണം LDFന് ഈസി വാക്ക് ഓവർ ആകില്ലെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. യുവത്വത്തിന് മുൻതൂക്കം നൽകിയുള്ള സ്ഥാനാർത്ഥി നിർണയവും UDFലെ ഐക്യവും ഭരണവിരുദ്ധ വികാരവും നേട്ടമാകുമെന്ന് ഐക്യ ജനാധിപത്യ മുന്നണി കരുതുന്നു. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി UDFൽ പതിവ് തർക്കങ്ങളില്ലാതിരുന്നതും നേട്ടമാണ്. ഓരോ ഡിവിഷനിലെയും വീഴ്ചകൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനായി KPCC നിയന്ത്രണത്തിലുള്ള മേൽനോട്ടവും തെരഞ്ഞെടുപ്പിൽ ഗുണകരമാകും. സംസ്ഥാനത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFനുണ്ടായ മേൽക്കൈയും ശബരിമല സ്വർണ്ണക്കവർച്ചയുൾപ്പെടെയുള്ള വിഷയങ്ങളും നേട്ടമാകുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥികളുടെ ഫ്ലക്സുകൾ വ്യാപകമായി സാമൂഹ്യദ്രോഹികൾ നശിപ്പിച്ചതായി പരാതി. ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് UDF ആവശ്യപ്പെട്ടു. 1-ാം വാർഡ് കാഞ്ഞിരശ്ശേരി KM അബ്ദുൾ മജീദിന്റെ ഫ്ലക്സ് ബോർഡും 5-ാം വാർഡ് സ്ഥാനാർത്ഥി KA മുഹിയുദ്ദീന്റെ ഫ്ലക്സ് ബോർഡുകളുമാണ് സാമൂഹ്യദ്രോഹികൾ നശിപ്പിച്ചിരിക്കുന്നത്. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. വ്യാപകമായി ഫ്ലക്സുകൾ സാമൂഹ്യദ്രോഹികൾ നശിപ്പിക്കുന്നത് ശരിയായ പ്രവണതയല്ല എന്നും നശിപ്പിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും UDF നേതാക്കളായ MR നന്ദനൻ, ഡോക്ടർ MS പ്രകാശൻ, K മുരളി, P രാജഗോപാലൻ തുടങ്ങിയവർ ആവശ്യപ്പെട്ടു. സ്ഥാനാർത്ഥിയുടെ ഫ്ലക്സ് ബോർഡ് ഇന്നലെ രാത്രി ഇരുട്ടിൻ്റെ മറവിൽ ഏതോ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായിട്ട് കണ്ടു. ഇതേ സംഭവം തന്നെ നമ്മുടെ പഞ്ചായത്തിലെ 5-ാം വാർഡിലും സംഭവിച്ചിട്ടുണ്ട്. ഇതിനെതിരെ ശക്തമായൊരു പ്രതിഷേധം അല്ലെങ്കിൽ അതിനെ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ സംഭവം ഉണ്ടായിട്ട് അത് ജനങ്ങളറിയണം. ഈ നാട്ടിലെ പ്രബുദ്ധരായ വോട്ടർമാർ ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഇന്ന് ഒട്ടുമിക്ക കാര്യങ്ങളിലും വെറൈറ്റിയാണ്. എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ചുമരെഴുത്തിലൂടെ ഒരു വെറൈറ്റി അവതരിപ്പിച്ചിരിക്കുകയാണ് ഷൊർണൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്ന ചുടുവാൽത്തൂർ 15-ാം വാർഡ് NDA സ്ഥാനാർത്ഥി K രേവതി. കുമ്പാര കോളനി കൂടി ആയതിനാൽ ചുമരെഴുത്ത് കുമ്പാര സമുദായ ഭാഷയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലയളവിൽ എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥികളും നേതാക്കളും പ്രവർത്തകരുമൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് മൂഡിലായിരിക്കും. ഇന്ന് ഒട്ടുമിക്ക കാര്യങ്ങളിലും വെറൈറ്റിയാണ് പലരുടെയും ആഗ്രഹം. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് മൂഡ് ഒരു വ്യത്യസ്തമാക്കിയിരിക്കുകയാണ് ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിക്കുന്ന ചുടുവാലത്തൂർ 15-ാം വാർഡ് NDA സ്ഥാനാർത്ഥി K രേവതി. വാർഡിലെ പ്രചരണ രംഗം കളറാക്കാനും കൂടുതൽ ഉഷാറാക്കാനും വ്യത്യസ്തത കൊണ്ടുവന്നിരിക്കുകയാണ് ഇവിടെ. കുമ്പാര സമുദായ ഭാഷയിലാണ് NDA സ്ഥാനാർത്ഥിയുടെ ചുമരെഴുത്തുകൾ. എന്നാൽ ഇങ്ങനെ എഴുതാനും ഒരു കാരണമുണ്ട്. ഈ വാർഡിൽ 50ഓളം കുമ്പാര സമുദായത്തിൽപ്പെട്ട കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ചുമരെഴുത്ത് ഭാഷയെക്കുറിച്ച് നാട്ടുകാരനും മൺപാത്ര തൊഴിലാളിയുമായ രാജൻ പറയുന്നത് ഇങ്ങനെ: ഞമ്മക്ക് വേണ്ടിയിട്ടാണ് മനസ്സെന്ന് പറഞ്ഞാൽ
തുടർച്ചയായി കാവല തുടർച്ചയായിട്ട് വേണം. ഈ ഭരണം തുടർച്ചയായി കാവല, നമ്മുടെ വാർഡിലത്തെ തുടർച്ചയായി കാവല. ഭാഷ ഞങ്ങളുടെ ഒരു ഭാഷയാണ്, ഞങ്ങളുടെ കുഴത്തൊഴിലിൻ്റെ ഒരു ഭാഷയാണ്, ഞങ്ങളുടെ സമുദായത്തിൻ്റെ ഭാഷയാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് മാത്രമേ അത് വായിക്കാനും പറ്റുള്ളൂ. ഇനി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും സ്ഥാനാർത്ഥി കെ രേവതിക്ക് ഭാഷ കൈകാര്യം ചെയ്യാനുമൊന്നും അറിയില്ല, പഠിച്ചു വരുന്നതേയുള്ളൂ. എന്നാൽ തന്നോടുള്ള സ്നേഹം കൊണ്ട് നിവാസികൾ എഴുതിയതല്ലേ എന്ന് സ്ഥാനാർത്ഥിയും ലിപിയില്ലാത്ത ഭാഷയാണ് അവരുടേതെന്നും കെ രേവതി STVയോട് പറഞ്ഞു. ഈ ഏരിയയിൽ ഏറ്റവും കൂടുതൽ മൺപാത്ര തൊഴിലാളികളാണ് കൂടുതലുള്ളത്. അവർക്ക് അവരുടെ ഭാഷയുടെ രീതിയിൽ അവരോട് സ്നേഹം കാണിക്കുന്ന രീതിയിലുള്ള ഒരു ലിപിയില്ലാത്തൊരു ഭാഷയാണ് അവരുടെ. അപ്പം അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇതേപോലെ എഴുതിയിരിക്കുന്നത്. ആദ്യമായാണ് താൻ മത്സരരംഗത്തിറങ്ങുന്നത്. വാർഡിൽ വിജയപ്രതീക്ഷയുണ്ടെന്ന് കെ രേവതി പറയുന്നു. വോട്ടഭ്യർത്ഥന ഇതിനകം ഒരു റൗണ്ട് പൂർത്തിയാക്കിയെന്നും NDA സ്ഥാനാർത്ഥി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാഞ്ഞാൾ പഞ്ചായത്തിലെ 12ാം വാർഡിൽ ഒരേ കുടുംബത്തിൽ നിന്ന് 3 വനിതാ സ്ഥാനാർത്ഥികൾ. ഒരേ കുടുംബത്തിലെ സ്ഥാനാർത്ഥിത്വം പാഞ്ഞാൾ പഞ്ചായത്തിൽ മാത്രമല്ല ചേലക്കര നിയോജക മണ്ഡലത്തിൽ തന്നെ ചർച്ചയായിട്ടുണ്ട്. UDF, LDF, NDA സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന 3 വനിതകളിൽ ആര് ജയിച്ചാലും വടക്കേപ്പാട്ട് കുടുംബത്തിലെ ഒരംഗമാണ് 12ാം വാർഡിനെ പ്രതിനിധീകരിക്കുക. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ അതിരാത്ര ഭൂമി എന്നറിയപ്പെടുന്ന പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡ് പാഞ്ഞാൾ തെക്കുമുറി കേരള രാഷ്ട്രീയത്തിലെ തന്നെ അപൂർവമായ ഒരു കാഴ്ചയ്ക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. LDF, UDF, NDA എന്നീ 3 പ്രധാന മുന്നണികൾക്ക് വേണ്ടി ഒരേ കുടുംബത്തിലെ 3 വനിതകൾ പരസ്പരം മത്സരിക്കുന്നു എന്നതാണ് ഈ വാർഡിനെ ശ്രദ്ധാകേന്ദ്രമാക്കുന്നത്. LDF സ്ഥാനാർത്ഥിയായി കണ്ണമ്മ എന്ന ഗിരിജ വടക്കേപ്പാട്ടും UDF സ്ഥാനാർത്ഥിയായി രേണുക വടക്കേപ്പാട്ടും NDA സ്ഥാനാർത്ഥിയായി ജയ വടക്കേപ്പാട്ടുമാണ് പോരാട്ടത്തിൽ ഇറങ്ങുന്നത്. പൊതുവെ കുടുംബാംഗങ്ങൾ വിവിധ പാർട്ടികളോട് അനുഭാവം പുലർത്താറുണ്ടെങ്കിലും ഒരേ തെരഞ്ഞെടുപ്പിൽ ഒരേ വാർഡിൽ 3 പ്രധാന മുന്നണികളുടെ ബാനറിൽ ഒരു കുടുംബത്തിലെ 3 പേർ നേർക്കുനേർ ഏറ്റുമുട്ടുന്നത് സംസ്ഥാനത്ത് തന്നെ ഒരുപക്ഷെ അപൂർവമായിരിക്കും. മുൻപ് 16 വാർഡുകളുണ്ടായിരുന്ന പാഞ്ഞാൾ പഞ്ചായത്ത് ഇപ്പോൾ 18 വാർഡുകളായി വിഭജിക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഈ തിരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടമാണ് 12ാം വാർഡിൽ പ്രതീക്ഷിക്കുന്നത്. ആർദ്രമായ കുടുംബ ബന്ധങ്ങൾ മാറ്റിവെച്ച് രാഷ്ട്രീയ നിലപാടുകൾക്ക് പ്രാധാന്യം നൽകി മത്സരിക്കുന്ന ഈ സ്ഥാനാർത്ഥികളുടെ വാശിയേറിയ പോരാട്ടം പാഞ്ഞാൾ പഞ്ചായത്തിൽ മാത്രമല്ല ചേലക്കര നിയോജക മണ്ഡലത്തിൽ തന്നെ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഈ കൗതുകരമായ മത്സരത്തിൽ സ്വന്തം വീട്ടിലെ വോട്ടുകൾ പോലും ആർക്ക് ലഭിക്കുമെന്ന ചോദ്യം ബാക്കി വെച്ചും ആര് തന്നെ ജയിച്ചാലും വടക്കേപ്പാട്ട് കുടുംബത്തിലെ ഒരംഗമായിരിക്കും 12ാം വാർഡിനെ പ്രതിനിധീകരിക്കുക എന്നുറപ്പിച്ച് മുന്നേറുകയാണ് മൂവരും. എന്നാൽ തങ്ങൾ രാഷ്ട്രീയത്തിൽ മാത്രമേ 3 പാർട്ടിയിൽ നിൽക്കുന്നുള്ളൂ, കുടുംബങ്ങളിൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്നും ഇവർ 3 പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. ഞാൻ ജയശ്രീ, പാഞ്ഞാൾ പഞ്ചായത്തിൽ നിന്ന് 12ാം വാർഡിലെ BJP സ്ഥാനാർത്ഥിയായിട്ടാണ് നിൽക്കുന്നത്. എല്ലാവരും BJP സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നു. പിന്നെ എൻ്റെ കുടുംബത്തിൽ തന്നെയാണ് LDF-ൻ്റെയും UDF-ൻ്റെയും സ്ഥാനാർത്ഥികൾ. ഒന്ന് അനിയത്തിയാണ്, ഒന്ന് മേമയാണ്. ഞാൻ രേണുക, 12ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് UDF-ൻ്റെ. പിന്നെ എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് 3 സ്ഥാനാർത്ഥികളും വരുന്നത്. അപ്പോൾ കുടുംബപരമായിട്ടൊന്നും ഞങ്ങൾ എല്ലാവരും ഒരേ ഇതിലാണ്. പിന്നെ രാഷ്ട്രീയപരമായിട്ടാണ് ഞങ്ങൾ ഒന്ന് പൊരുത്തുന്നുള്ളൂ. എന്തായാലും ഇനിയൊരു UDF-ൻ്റെ സ്ഥാനാർത്ഥിയായി ഞാൻ പഞ്ചായത്തിലേക്ക് വരണം എന്നാണ് വിചാരിക്കുന്നത്. അതിപ്പോൾ എന്തായാലും UDF തന്നെ ആയിരിക്കും ഈ ഭരണം കാഴ്ചവെക്കുന്നുണ്ടാവുക. അതിൽ ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ പാർട്ടിയിൽ വന്നിട്ട് ഇപ്പോൾ പറയുക ഞാൻ ഒരു 3 ടൈമായി കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ സൊസൈറ്റിയുടെ ഇതിൽ ബോർഡ് മെമ്പറായിട്ട്. അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഒരു ജനങ്ങളിൽ അറിയപ്പെടുന്ന ഒരാളായതുകൊണ്ട് ഞാൻ എന്തായാലും സ്ഥാനാർത്ഥിയിൽ നിന്നുകൊണ്ട് ജയിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇത്. ഞാൻ പാഞ്ഞാൾ പഞ്ചായത്ത് 12ാം വാർഡിലെ LDF-ൻ്റെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ഗിരിജ NVയാണ്. എനിക്ക് ഇവിടെ എൻ്റെ തറവാടാണ് ഇവിടെ. എനിക്ക് എതിർ സ്ഥാനത്തിൽ മത്സരിക്കുന്നതും എൻ്റെ ചേച്ചിയുടെ മക്കൾ 2 പേരാണ്. ഞങ്ങൾ കുടുംബത്തിൽ നല്ല ഐതിഹ്യത്തോടെ തന്നെയാണ് ഐക്യത്തോടെ തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. പുറത്താണ് ഞങ്ങൾക്ക് മത്സരമുള്ളൂ. ഞങ്ങൾക്ക് മത്സരം പുറത്താണുള്ളൂ. ഉള്ളിൽ ജനങ്ങൾ വിചാരിക്കുന്നമാരൊന്നും നമുക്ക് ഒരു ഇതില്ല. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. എരുമപ്പെട്ടിയിൽ വാടകയ്ക്ക് കൊടുത്ത കാർ തിരിച്ചുപിടിക്കാനെത്തിയ യുവാവിനെ കാർ ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. രക്ഷപ്പെടാൻ കാറിന്റെ ബോണറ്റിൽ പിടിച്ചു തൂങ്ങിയ
ആലുവ സ്വദേശി സോളമനെ ബോണറ്റിൽ തൂക്കി കാർ ഓടിച്ചത് 5 കിലോമീറ്റർ ദൂരം. രാവിലെ എരുമപ്പെട്ടിയിലാണ് ഞെട്ടിക്കുന്ന സംഭവമുണ്ടായത്. റെന്റിന് കൊടുത്ത കാർ തിരിച്ചു പിടിക്കാനെത്തിയ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. രക്ഷപ്പെടാൻ കാറിൻ്റെ ബോണറ്റിൽ പിടിച്ചു തൂങ്ങിയ ആലുവ പാനായിക്കുളം സ്വദേശി കൊടിയൻ വീട്ടിൽ സോളമനെ ബോണറ്റിൽ കിടത്തി കാർ ഓടിച്ചത് 5 കിലോമീറ്റർ ദൂരമാണ്. നാട്ടുകാരും ഓട്ടോ ഡ്രൈവർമാരും ചേർന്ന് കാർ തടഞ്ഞ് യുവാവിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു. തൃശൂർ തിരൂർ പോട്ടോർ സ്വദേശി നാലകത്ത് വീട്ടിൽ ബക്കറാണ് ക്രൂരകൃത്യം നടത്തിയത്. ബക്കറിനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഒക്ടോബർ 20-നാണ് ബക്കർ വിവാഹാവശ്യത്തിനാണെന്ന് പറഞ്ഞ് സോളമൻ്റെ കാർ റെന്റിനെടുത്തത്. പിന്നീട് കാർ തിരികെ നൽകാൻ തയ്യാറായില്ല. സോളമൻ ബിനാനിപുരം പോലീസിൽ പരാതി നൽകിയിരുന്നു. കാറിൻ്റെ GPS ലൊക്കേഷൻ നോക്കി അന്വേഷണം നടത്തി വരുന്നതിനിടയിൽ കാർ എരുമപ്പെട്ടി വെള്ളറക്കാട് പ്രദേശത്ത് വെച്ച് കാണുകയും കാർ തടയുകയും ചെയ്തു. ഇതിനിടയിലാണ് കാർ മുന്നോട്ടെടുത്ത് സോളമനെ ഇടിച്ചു തെറിപ്പിക്കാൻ ശ്രമിച്ചത്. ഒക്ടോബർ മാസം 20-ാം തീയതി മകളുടെ കല്യാണാവശ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിനടുത്തുള്ള വർക്ക്ഷോപ്പിൽ നിന്ന് എടുത്തുകൊണ്ടേ വണ്ടിയാണ്. അതിനുശേഷം ഈ വണ്ടി ആള് 1 മാസത്തേക്ക് മകളുടെ കല്യാണം കഴിഞ്ഞാൽ വേണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എൻ്റെ വീടിനടുത്തുള്ള വർക്ക്ഷോപ്പാരുടെ പരിചയത്തിന് പുറത്ത് ഞാൻ ആ വണ്ടി ആൾക്ക് കൊടുത്തു. പിന്നെ അതിനുശേഷം ഈ വണ്ടി തിരിച്ചരുന്നില്ല, വണ്ടിയെ വേണ്ടി വിളിക്കുമ്പോൾ എടുക്കുന്നില്ല. അതിനുശേഷം ഈ വണ്ടി ഞാൻ തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഇയാളുടെ വീടിൻ്റെ അടുത്ത് വന്നപ്പോൾ ആ വണ്ടി അവിടെ കണ്ടില്ല. പിന്നെ റോഡിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ തടഞ്ഞെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഇയാൾ എന്നെ ഇടിച്ചിട്ടിട്ട് ആ വണ്ടി കൂടി കടന്നു ശ്രമിച്ചപ്പോൾ ഞാൻ അതിൻ്റെ ബോണത്തേക്ക് കയറി പിടിച്ചു. അങ്ങനെ ഏകദേശം ഒരു 10-15 കിലോമീറ്ററോളം എന്നെ ആള് ഓടിച്ചുകൊണ്ടിരിക്കുകയും എരുമപ്പെട്ടി എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ എത്തിയപ്പോഴത്തേക്കും അവിടുത്തെ നാട്ടുകാരെല്ലാം കൂടി വട്ടം വന്ന് തടയുകയും അതിനെ തുടർന്ന് വണ്ടി നിർത്തുകയും ചെയ്തു. എന്നെ കൊല്ലപ്പെടുത്താനാണ് ആൾ ശ്രമിച്ചിരുന്നത്. നാട്ടുകാർ കൂടിയതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അങ്ങനെ അതിനുശേഷം പോലീസ് വരികയും എരുമപ്പെട്ടി സ്റ്റേഷനിൽ വരികയും അങ്ങനെ വണ്ടിയും ആളെ പിടിച്ചുവെക്കുകയും ചെയ്യും. അങ്ങനെ അതാണ് ഉണ്ടായത്. രക്ഷപ്പെടാനായി സോളമൻ കാറിൻ്റെ ബോണറ്റിലേക്ക് ചാടിക്കയറി വൈപ്പറിൽ തൂങ്ങിപ്പിടിച്ച് കിടന്നു. എന്നാൽ കാർ നിർത്താതെ ബക്കർ അതിവേഗത്തിൽ ഓടിച്ച് വടക്കാഞ്ചേരി ഭാഗത്തേക്ക് വരികയായിരുന്നു. ഇതിനിടയിൽ സോളമൻ ദൃശ്യങ്ങൾ തൻ്റെ മൊബൈലിൽ പകർത്തിയിരുന്നു. നാട്ടുകാർ പലയിടത്തു വെച്ച് കാർ തടയാൻ ശ്രമിച്ചെങ്കിലും ബക്കർ കാർ നിർത്തിയില്ല. തുടർന്നാണ് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് സമീപം വെച്ച് നാട്ടുകാരും ഓട്ടോ ഡ്രൈവർമാരും ചേർന്ന് കാർ തടഞ്ഞത്. സംഭവത്തെക്കുറിച്ച് എരുമപ്പെട്ടി പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂരിൽ തിയേറ്റർ നടത്തിപ്പുകാരനും ഡ്രൈവർക്കും വെട്ടേറ്റു. രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനും ഡ്രൈവർ അജീഷിനുമാണ് വെട്ടേറ്റത്. രാത്രി 10 മണിയോടെ തൃശൂർ വെളപ്പായയിൽ സുനിലിൻ്റെ വീടിന് മുന്നിൽ വെച്ചാണ് സംഭവം. സുനിലിൻ്റെ വീടിന് മുന്നിൽ വെച്ച് കാറിൽ നിന്നിറങ്ങി ഗേറ്റ് തുറക്കുന്നതിനിടെയാണ് ഇരുട്ടിൽ പതിയിരുന്ന 3 അംഗ സംഘം വാളുപയോഗിച്ച് ഇരുവരെയും വെട്ടിയത്. സുനിലിൻ്റെ കാലിനും ഡ്രൈവറുടെ കയ്യിനുമാണ് വെട്ടേറ്റത്. പരിക്കേറ്റ ഇരുവരെയും ആദ്യം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും പിന്നീട് തൃശൂർ ദയ ആശുപത്രിയിലേക്കും മാറ്റി. ഇരുവരുടെയും പരിക്ക് ഗുരുതരമല്ല. ഇരുവരെയും വെട്ടിയ ശേഷം അക്രമി സംഘം ഓടി രക്ഷപ്പെട്ടു. സുനിൽ 10 വർഷത്തോളമായി രാഗം തിയേറ്റർ വാടകയ്ക്കെടുത്ത് നടത്തുകയാണ്. പ്രതികളെ പിടികൂടുന്നതിനായി മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. രാജ്യത്ത് ജാതി സെൻസസ് വൈകരുതെന്ന് അഖില കേരള പാണൻ സമാജം. പട്ടികജാതിക്കാരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്നും 23-ന് പാലക്കാട്ട് നടക്കുന്ന ജില്ലാ കൺവെൻഷനെക്കുറിച്ച് വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സമാജം ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വികസന ഫണ്ടുകൾ അട്ടിമറിക്കുകയും ചെലവഴിക്കപ്പെടാതെ മടക്കുകയും ചെയ്യുന്ന പ്രവണത സമൂഹത്തെ ബാധിച്ചിട്ടുണ്ട്. രാജ്യത്ത് ജാതി സെൻസസ് നടപ്പിലാക്കാൻ കാലതാമസമുണ്ടാകരുതെന്നും പാണൻ സമാജം ആവശ്യപ്പെട്ടു. ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമാജം ജില്ലാ കൺവെൻഷൻ ഈ മാസം 23-ന് പാലക്കാട് മോയൻ LP സ്കൂളിൽ നടക്കും. രാവിലെ 9-ന് ആരംഭിക്കുന്ന സമ്മേളനം സമാജം സംസ്ഥാന പ്രസിഡന്റ് PN സുകുമാരൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ സാംസ്കാരിക സംഘടനാ നേതാക്കൾ പങ്കെടുക്കും. കേരള പാണർ സമാജം എന്ന പ്രസ്ഥാനവുമായി വ്യത്യസ്ത പാണൻ സമുദായങ്ങൾ ഒരുമിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും കാലഘട്ടത്തിൽ അനിവാര്യമാണ്. കേരളത്തിൽ സമൂഹം ഒരു കുടക്കീഴിൽ വരുന്നതിനു മുന്നോടിയായി ജില്ലാ കൺവെൻഷൻ നടത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുകയെന്നും ഭാരവാഹികൾ പറഞ്ഞു. പാലക്കാട് തന്നെ വിവിധ പേരിൽ സമുദായത്തിന്റെ കൂട്ടായ്മകളുടെ ചെറിയ പ്രവർത്തനങ്ങൾ ചെയ്തിട്ട്, അതുപോലെ വിവിധ ജില്ലകളിലും ഈ പറയുന്ന പാണൻ സമുദായ സംഘം, കേരള പാണ സമാജം തുടങ്ങിയിട്ട് അങ്ങനെ വിവിധ പേരുകളിലുണ്ട്. പക്ഷേ നമ്മൾ അതൊക്കെ അതായത് പ്രാദേശികമായ ചില പരിപാടികളൊക്കെ ആയിട്ടുള്ള സംവിധാനങ്ങളായതുകൊണ്ട് അതിനിപ്പോൾ ഒന്നിച്ച് ഒരു
കേരളത്തിൽ ഒട്ടുക്ക് ഒരു സംഘടനയാക്കി കൊണ്ടുവന്ന അതിപ്പോ 10 ജില്ലകളിൽ കമ്മിറ്റിയായി. അതെ, 10 ജില്ലകളിൽ ആയിട്ടില്ല. ഇനി അത് എല്ലാ ജില്ലകളിലും 4 ജില്ലകളിൽ കൂടി നമ്മൾ 2 മാസം കൊണ്ട് നമ്മൾ ഈ 2 ജില്ലകളാക്കും. സമാജം സംസ്ഥാന സെക്രട്ടറി ടി.പി. കനകദാസ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് എ. കൃഷ്ണൻ ചെറുപ്പളശ്ശേരി, ജില്ലാ സെക്രട്ടറി സുകുമാരൻ പുലാപ്പറ്റ, ദണ്ഡപാണി തത്തമംഗലം, ജയലക്ഷ്മി മണ്ണാർക്കാട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അമിത വൈദ്യുതി പ്രവാഹം. കയ്പമംഗലത്തെ വീടിനുള്ളിലെ വൈദ്യുതി ഉപകരണങ്ങൾ കത്തിനശിച്ചു. KCBയുടെ 33 kV ടവർ ലൈനിൽ നിന്ന് കാക്കയ്ക്ക് ഷോക്കേറ്റതിനെ തുടർന്നാണ് അമിത വൈദ്യുതി പ്രവാഹം ഉണ്ടായത്. കയ്പമംഗലം ബോർഡ് കിഴക്ക് കണ്ടേങ്ങാട്ടിൽ സാജന്റെ വീട്ടിലെ വൈദ്യുതി ഉപകരണങ്ങളാണ് കത്തി നശിച്ചത്. രാവിലെ 8:30യോടെയാണ് സംഭവം. സാജന്റെ വീടിനോട് ചേർന്ന് 33 kV ടവർ ലൈൻ കടന്നു പോകുന്നുണ്ട്. ഇതിൽ കാക്ക ഇടിച്ച് ഷോക്കേറ്റ് വീഴുകയായിരുന്നു. ഇതോടെ അമിത വൈദ്യുതി പ്രവാഹം ഉണ്ടാവുകയും സാജന്റെ വീട്ടിലെ വൈദ്യുതി മീറ്റർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കത്തി നശിക്കുകയുമായിരുന്നു. ഫാൻ, മെയിൻ സ്വിച്ച്, സ്വിച്ച് ബോർഡുകൾ, ഫാൻ വയറിംഗ്, മറ്റ് ഉപകരണങ്ങൾ ഉൾപ്പെടെ പൂർണ്ണമായും കത്തി നശിച്ചു. സംഭവ സമയത്ത് വീടിനുള്ളിൽ ആളുകളുണ്ടായെങ്കിലും ഷോക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഉഗ്രശബ്ദത്തോടെയാണ് പൊട്ടിത്തെറിയുണ്ടായതെന്ന് വീട്ടുകാർ പറഞ്ഞു. 1 വർഷം മുമ്പും സമാന രീതിയിൽ ഷോർട്ട് സർക്യൂട്ട് മൂലം അപകടമുണ്ടായെന്നും 1.5 ലക്ഷം രൂപ ചിലവാക്കിയാണ് വയറിംഗ് പൂർണ്ണമായും മാറ്റിയതെന്നും വീട്ടുടമ പറഞ്ഞു. അതിട്ട് പിന്നെ ഇപ്പോൾ അന്ന് 1.5 ലക്ഷം രൂപ ചെയ്ത് പുതിയ വയർ ചെയ്ത അവരെ കൊണ്ടുവന്നല്ലോ മെയിൻ ആൾക്കാരെ കൊണ്ടുവന്ന് പുതുക്കി ചെയ്ത ഓടിച്ചത്. ഇപ്പോൾ വീണ്ടും ഷോർട്ടായിട്ട് ഭയങ്കര മണം, ഭയങ്കര. തൊട്ടടുത്ത വീടുകളിലും നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. KCB മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിക്കാതെയാണ് 33 kV ലൈൻ സ്ഥാപിച്ചിട്ടുള്ളതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പത്തിരിപ്പാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെയും പാലക്കാട് ജില്ലാ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് നടത്തി. മങ്കര പോലീസ് SI അനോജ് ജോയ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഈ പരിപാടി നല്ല രീതിയിൽ നടത്താൻ വേണ്ടി പത്തിരിപ്പാല സ്കൂളിലത്തെ NSSഉം ബാക്കി നമ്മുടെ മെഡിക്കൽ ടീമും എല്ലാവരും ചെയ്യുന്ന നല്ലൊരു പ്രവൃത്തിയാണ്. രക്തദാനം എന്ന് പറയുന്നത് വലിയൊരു എന്താ പറയുക ഒരു ദാനം തന്നെയാണ്. മാത്രമല്ല എനിക്കും ഈ രക്തം ദാനം ചെയ്യുന്നതിലൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. കഴിഞ്ഞ മാസം ഒക്ടോബർ 21 ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെന്നപ്പോൾ നമ്മുടെ മെഡിക്കൽ ടീം പറഞ്ഞു സാറിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് O-negative അല്ലേ, അത് കാരണം അതിപ്പോൾ കൊടുക്കണ്ട, കയ്യിൽ ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ പറഞ്ഞു. ആ ഒരു ഇതിന് മേലാണ് എനിക്ക് കഴിഞ്ഞ മാസം കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇന്ന് ഞാൻ കൊടുക്കുന്നത് വിചാരിച്ചിരുന്നു, പക്ഷേ തുടങ്ങില്ല. ഇന്നലെ രാത്രി തുടങ്ങിയിട്ടില്ല. 1 മണി ആയി വന്നിട്ടുണ്ടല്ലോ. പിന്നെ ഇന്നത് രാത്രിയുണ്ട്. ഇപ്പോൾ തന്നെ എറണാകുളത്ത് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് എത്തുന്നത്. 14:10 ഫ്ലൈറ്റ്, അത് പിടിച്ചിട്ട് വേണം പോകണമെങ്കിൽ. അപ്പോൾ ഇവിടെ യാത്രയുണ്ട്. PTA പ്രസിഡന്റ് V. സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ KR കൽപ്പകല, സ്റ്റാഫ് സെക്രട്ടറി രതീഷ് എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം ഓഫീസർ അനില സ്വാഗതവും വോളണ്ടിയർ ലീഡർ അമിത K നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് നഗരസഭാ ഭരണം UDF പിടിച്ചെടുക്കുമെന്ന് VK ശ്രീകണ്ഠൻ MP. കഴിഞ്ഞ 10 വർഷമായി നഗരസഭ ഭരിക്കുന്നത് കച്ചവട മോർച്ച. കോൺഗ്രസിലെയും UDFിലെയും ഐക്യം ഇത്തവണ വലിയ മുന്നേറ്റത്തിന് കളമൊരുക്കുമെന്നും VK ശ്രീകണ്ഠൻ MP. ഷൊർണൂരിലും ചരിത്ര വിജയം നേടുമെന്ന് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. എരുമപ്പെട്ടിയിൽ വാടകയ്ക്ക് കൊടുത്ത കാർ തിരിച്ചുപിടിക്കാനെത്തിയ ആലുവ സ്വദേശിയായ യുവാവിനെ കാർ ഇടിച്ചു കൊലപ്പെടുത്താൻ ശ്രമം. ബോണറ്റിൽ തൂങ്ങിയ യുവാവിനെ വഹിച്ച് അക്രമി കാർ ഓടിച്ചത് 5 കിലോമീറ്റർ ദൂരം. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് സമീപം കാർ തടഞ്ഞ യുവാവിനെ രക്ഷപ്പെടുത്തിയത് നാട്ടുകാരും ഡ്രൈവർമാരും ചേർന്ന്. തൃശൂരിൽ തിയേറ്റർ നടത്തിപ്പുകാരനും ഡ്രൈവർക്കും വെട്ടേറ്റു. ജാതി സെൻസസ് വൈകരുതെന്ന് അഖില കേരള പാണൻ സമാജം. പട്ടികജാതിക്കാരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കുന്ന പ്രവണത അവസാനിപ്പിക്കണം. സമുദായാംഗങ്ങളെ ഒരേ സംഘടനയ്ക്ക് കീഴിൽ കൊണ്ടുവരുന്നതുൾപ്പെടെ വിവിധ വിഷയങ്ങൾ 23-ന് പാലക്കാട്ട് നടക്കുന്ന കൺവെൻഷൻ ചർച്ച ചെയ്യുമെന്നും ഭാരവാഹികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.